4 വയസ്സുകാരന്റെ മരണത്തെ തുടർന്ന് അടച്ചിട്ട പത്തനംതിട്ട കോന്നി ആനക്കൂട് അടുത്ത മാസം 1 മുതൽ തുറക്കും. സുരക്ഷാ പരിശോധന പൂർത്തിയാക്കിയ ശേഷമാണ് ആനക്കൂടിന്റെ പ്രവർത്തനം പുനരാരംഭിക്കുന്നത്. മരിച്ച 4 വയസ്സുകാരന്റെ കുടുംബത്തിന് ധനസഹായം ഉടൻ കൈമാറും. 4 വയസ്സുകാരൻ അഭിരാമിന്റെ മരണത്തെ തുടർന്ന് ഒരാഴ്ചയിലധികമായി അടച്ചിട്ട ആനക്കൂട് സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷമാണ് വീണ്ടും തുറക്കുന്നത്. കഴിഞ്ഞ ദിവസം ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത്. ആനക്കൂടിനെ 6 മേഖലകളായി തിരിച്ച് സുരക്ഷ ഒരുക്കും. നിലവിൽ അപകടകരമായിട്ടുള്ള ആനക്കൂട്ടിലെ കോൺക്രീറ്റ് തൂണുകൾ പൊളിച്ചു നീക്കും. മരച്ചിലകളും മുറിച്ചു മാറ്റും. 3 മാസത്തിലൊരിക്കൽ ഇക്കോ ടൂറിസം സെന്ററിൽ സുരക്ഷാ ഓഡിറ്റ് നടത്താനും ഉന്നതതല യോഗത്തിൽ തീരുമാനിച്ചു. ഈ എല്ലാ പോരായ്മകളും അടിയന്തരമായി തന്നെ പരിഹരിക്കുക. ഒന്ന് പ്രധാനപ്പെട്ടത് ഈ വൃക്ഷത്തിൻ്റെ ചില്ലകൾ സംബന്ധിച്ച് അത് കുറച്ച് മാറ്റേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ കുറേ കെട്ടിടങ്ങൾ അതിൻ്റെ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ട്, അത് വനം വകുപ്പ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ് മറ്റു കുറേ റൈഡിൻ്റെയും മറ്റു കാര്യങ്ങളിലെയും ഒക്കെയുള്ള ചില പോരായ്മകളുണ്ട്. രാത്രിയും പകലും നിന്നുകൊണ്ട് അടിയന്തരമായി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഏകോപിപ്പിച്ചുകൊണ്ട് തന്നെ പരിഹരിച്ചതിന് ശേഷം 1-ാം തീയതി മുതൽ തന്നെ ആനക്കൂട് വീണ്ടും ആരംഭിക്കുന്നതിന് ആവശ്യമായ ഒരു തീരുമാനമാണ് ഇന്ന് ഇവിടെ കൈക്കൊണ്ടിട്ടുള്ളത്. മരിച്ച അഭിരാമിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം ഉൾപ്പെടെ ഉടൻ നൽകാനും യോഗത്തിൽ ധാരണയായി. അപകടത്തിന് പിന്നാലെ ആനക്കൂട്ടിലെ സുരക്ഷ സംബന്ധിച്ച MLA ഉദ്യോഗസ്ഥ വാക്പോര് കൂടിയാണ് ഉന്നതതല യോഗത്തോടെ അവസാനിക്കുന്നത്. 24 പത്തനംതിട്ട.